ഒരു പ്രധാനപ്പെട്ട വാർത്ത എത്തുന്നുണ്ട്. രാജസ്ഥാനിൽ കാറിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നു. 150 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് പിടികൂടിയിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നാണ് ഇത്തരത്തിൽ 150 കിലോ അമോണിയം നൈട്രേറ്റ് പിടികൂടിയിരിക്കുന്നത്. സ്ഫോടക വസ്തു തന്നെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. സംഭവത്തിൽ 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നാണ് ഇത്തരത്തിലൊരു വാർത്ത വരുന്നത്. സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുകയാണ്. കാറിൽ നിന്നാണ് പിടികൂടിയത്. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 150 കിലോ അമോണിയം നൈട്രേറ്റ് ആയിരുന്നു കാറിലുണ്ടായിരുന്നത്. 2 പേരെയാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. രാജസ്ഥാനിലാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ കാറിൽ നിന്നും പിടികൂടിയത്. നൂറ്റി 150 കിലോയുടെ സ്ഫോടക വസ്തുക്കളാണ് കാറിൽ നിന്നും പിടികൂടിയിരിക്കുന്നത്. അമോണിയം നൈട്രേറ്റ് ആണ് പിടികൂടിയിരിക്കുന്നത്. രാജസ്ഥാനിൽ നിന്നാണ് ഈ ഒരു വാർത്ത എത്തുന്നത്. രാജസ്ഥാനിൽ കാറിൽ നിന്നാണ് ഇത്തരത്തിൽ സ്ഫോടക വസ്തുക്കൾ പിടികൂടിയിരിക്കുന്നു എന്നൊരു വാർത്ത എത്തുന്നത്. 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടില്ല. 2 പേരാണോ അതോ അതിൽ കൂടുതൽ ആളുകൾ ഇതിന് പിന്നിലുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. 150 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് പിടികൂടിയിരിക്കുന്നത്. ചോദ്യം ചെയ്യലൊക്കെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. രാജസ്ഥാനിൽ നിന്നാണ് കാറിൽ 150 കിലോ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയിരിക്കുന്നത്. 150 കിലോ അമോണിയം നൈട്രേറ്റ് ആണ് പിടികൂടിയിരിക്കുന്നത്. 2 പേരെയാണ് സംഭവത്തിൽ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്.